ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ കെ സുധാകരന്റെ അതൃപ്തിയുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുണ്ട്. നമ്മൾ അതിലേക്കാണ് ഇനി പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ സുധാകരൻ അതൃപ്തി ഉണ്ടായിരുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 24നോട് സ്ഥിരീകരിച്ചു. വിഷയം സമന്വയത്തിലെത്താൻ സമയമെടുത്തു. കെ സുധാകരനെ കുറിച്ച് പുറത്തു വന്നതിൽ ഭൂരിഭാഗവും മാധ്യമ സൃഷ്ടിയാണ്. സാങ്കേതിക തടസ്സങ്ങൾ മൂലമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരാൻ താമസിച്ചതെന്നും സണ്ണി ജോസഫ് 24നോട് പറഞ്ഞു. പേരാവൂരിലെ UDF സ്ഥാനാർത്ഥിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫാണ് നമുക്കൊപ്പം ചേരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മണ്ഡലത്തെ തന്നെ പ്രതിനിധീകരിക്കുകയാണ്. ഇത്തവണ എങ്ങനെയാണ് മത്സരം? എതിരാളികൾ ശക്തരാണോ? കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട് ഞാനിവിടെ ജയിക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം ഷൈല ടീച്ചറും ഞാനും തമ്മിൽ തന്നെയാണ് മത്സരിച്ചത്. ഈ പ്രാവശ്യം ടീച്ചർ വന്നിരിക്കുന്നു. അതിന് യാതൊരു വ്യത്യാസവും വരുത്താനില്ല. ഇപ്രാവശ്യം കൂടുതൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ UDFന് അനുകൂലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും അതിൻ്റെ ഒരു ഘടകം. ആ ഘടകം എന്ന് പറയുന്നത് ഇവിടെ മജോറിറ്റി സീറ്റുകളിൽ ജയിക്കാൻ UDFന് സാധിച്ചു. കൂടുതൽ പഞ്ചായത്തുകളിലും വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വോട്ട് പാറ്റേൺ വെച്ചുകൊണ്ടും ഒരു 10,000-ലധികം വോട്ട് UDFന് ഇവിടെ ഭൂരിപക്ഷമുണ്ട്. അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ചിത്രം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. പിണറായി സർക്കാർ 10 വർഷം ഭരിച്ചതിന് ശേഷമാണ് വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആദ്യ പിണറായി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ സൃഷ്ടിച്ചെടുത്ത KK ശൈലജയാണ് എതിരാളി. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആരോഗ്യ വകുപ്പിനെ കുറിച്ച് നല്ല പരാതികളും ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചവരുമുണ്ട്. പിന്നീട് CAG റിപ്പോർട്ട് വന്നപ്പോഴും നിയമസഭയിലൊക്കെ ചർച്ച വന്നിട്ടുണ്ട്, കേസ് വന്നിട്ടുണ്ട്. ആ നിലയിൽ അത് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഷൈല ടീച്ചർ തന്നെ വടകരയിൽ ഷാഫി പറമ്പിലുമായിട്ടുള്ള മത്സരത്തിൽ വൻഭൂരിപക്ഷത്തിൽ ഷാഫി ജയിച്ച് കയറിയത്. രാഷ്ട്രീയം അതിലൊരു വിഷയം തന്നെയാണ്. ഈ കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് കേരളത്തിൻ്റെ വാർത്താ ചിത്രം എന്ന് പറയുന്നത് കെ സുധാകരനാണ്. കെ സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചേക്കും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. സുധാകരന് സീറ്റ് കൊടുക്കുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അണികളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. KPCC അധ്യക്ഷൻ നില എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്? റഷ്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ അച്ചടി മാധ്യമങ്ങളുമാണ് ഇതിനെ പെരുപ്പിച്ചത്. ഇല്ലെന്ന് പറയുന്നില്ല. ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അഭിപ്രായ സമന്വയത്തിലെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ സുധാകരനൊന്നും പറയാതെ തന്നെ സുധാകരൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും അഭ്യൂഹങ്ങൾ അഴിച്ചു വിട്ടു. അതെല്ലാം അവസാനിപ്പിച്ചു. അത് ഒക്കെ അസ്ഥാനത്തായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അതോടുകൂടി അതൊരു അടഞ്ഞ അധ്യായമാണ്. മാധ്യമങ്ങളാണ് ഈ വാർത്തകൾ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ പ്രതിസന്ധിയിലാക്കിയതെന്നാണ് പറയുന്നത്. അത് അടിസ്ഥാനരഹിതമായ കുറേ വാർത്തകൾ പർവ്വതീകരിച്ച് നൽകി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദുമയിൽ ഉൾപ്പെടെ, കാസർഗോഡ് ജില്ലയിലെ ഉദുമയിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു. ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് തൊട്ട് മുൻപ് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി പരിഗണനയിലുണ്ടായിരുന്ന ഒരാളെ വിളിച്ച് താങ്കളാണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. അതിനുശേഷം അവിടെ ഈ പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആഹ്ലാദ പ്രകടനവും വികാരവും ഉണ്ടാകുന്നു. പെട്ടെന്ന് ആൾ മാറുന്നു. അപ്പോൾ ഇതൊക്കെ ഈ നേതാക്കന്മാർക്കിടയിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു മാനസിക വിഷമത്തിന് കാരണമായിട്ടില്ലേ? പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് ആരെങ്കിലും പ്രഖ്യാപിക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ തന്നെ ആരെയും പ്രഖ്യാപിച്ചില്ല. AICCയുടെ ലിസ്റ്റ് അനൗൺസ് ചെയ്ത് ഒപ്പിട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം അല്ലാതെ ഞങ്ങൾ ആരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ആരെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, മനഃപൂർവ്വമായിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇലക്ഷനെ ബാധിക്കില്ല. വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ പേരാവൂർ മണ്ഡലത്തിലുള്ളത്. വടകര പോലെ ഒരു വിസ്മയം സൃഷ്ടിക്കുമോ പേരാവൂരും? വടകരയുടെ ഒരു പശ്ചാത്തലം അത്രയും ഞാൻ പറയുന്നില്ല. പക്ഷെ പേരാവൂരിലെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കും. മുന്നണി ദൃഢമായി തന്നെ മുന്നോട്ട് പോകും. UDF ഭരിക്കും. ദൃഢമായിട്ടും ശക്തമായിട്ടും ജനപിന്തുണയോടെ മുന്നോട്ട് പോകും. UDF തന്നെ ഭരിക്കും. എന്തായാലും പ്രചരണം ഇനിയിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ചർച്ചകളൊക്കെ പൂർത്തിയായി, മണ്ഡലത്തിലേക്ക് എത്തി. ഇനി പ്രചരണം ഉടൻ തന്നെ ആരംഭിക്കും അല്ലേ? ഇന്നലെ ആരംഭിച്ചു. റോഡ് ഷോയോടുകൂടി തുടങ്ങിക്കഴിഞ്ഞു. ഇനി ബാക്കി പ്രോഗ്രാമുകളായിട്ട് മുന്നോട്ട് പോകും. പേരാവൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫ് പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടാണ് വ്യക്തമാക്കിയത്. അരുൺ പാറക്കൽ, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.